ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ചെറിയൊരു പ്ലാവ് നമുക്ക് കാണാം. ആ പ്ലാവയിൽ ചക്കകളും കാണാം. ചെറിയൊരു പ്ലാവാണ്. അത് വെച്ചിട്ടിപ്പോൾ ഒരു 3 വർഷത്തോളമായി. അതിനകത്ത് ചക്ക ഒരു 6 മാസം കൂടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ചെറിയ പ്ലാവാണ്. മഴയില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ പ്ലാവിൽ ചക്ക വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. ഇതാണ് ഈ പ്ലാവിലെ ചക്ക. ഉണ്ടോ? ഇതും പൊക്കം വെക്കാത്ത ചെറിയ പ്ലാവാണ്. ഒരു 3 വർഷത്തോളമായി ഈ പ്ലാവ് ഉണ്ടായിട്ട്. പ്ലാവേരെ ഇതുണ്ടോ, ഇതെല്ലാം പുതിയൊരു വിളവെടുപ്പാണ്. ഒരു 6 മാസം കൂടുമ്പോഴും നമുക്കിതിനകത്തുനിന്ന് ചക്ക കിട്ടും. താഴെ വരെ ചക്ക ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ ചെറിയൊരു പ്ലാവാണിത്. ഇതുണ്ടോ, ഇവിടെ എല്ലാം ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ വെച്ചിട്ടിപ്പം 3-4 പ്രാവശ്യം നമ്മൾ വിളവെടുപ്പ് നടത്തി. ഇതുപോലത്തെ ചക്കയാണ്. ഇതിപ്പോൾ ഒരു 1.5 മാസത്തോളം ആയപ്പോഴത്തേനാണ് ഈ വലിപ്പം ആയിരിക്കുന്നത്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. ഇത് വിയറ്റ്നാം എയർലി ഇനത്തിൽപ്പെട്ട പ്ലാവാണ്. 3 വർഷത്തോളമായി ഇത് വെച്ചിട്ട്. മേളി വരെ ചക്ക ഉണ്ടായിട്ടുണ്ടോ? അധികം പൊക്കം വെക്കത്തില്ല. പൊക്കം വെക്കുമ്പോഴത്തേന് നമ്മൾ മേളിൽ കട്ട് ചെയ്ത് തരണം. കട്ട് ചെയ്ത് വരുമ്പോഴത്തേന് മേലോട്ട് കയറാതെ എകരമായിട്ട് ഇങ്ങനെ നിന്നോളും. ആർക്കും വലിയ ശല്യമില്ലാത്ത വലിയ പ്ലാവൊക്കെ ആകുമ്പോഴത്തേനും വഴിയിലിട്ടൊക്കെ ഇറങ്ങി ശല്യമാവും. റോഡ് സൈഡിൽ തന്നെയാണ്. അധികം വണ്ണമില്ല, പൊക്കമില്ലാത്ത പ്ലാവാണ്. താഴെ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ മഴയില്ലാത്തത് കൊണ്ട് ചിലപ്പം ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മഴ ഉണ്ടാവുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ഈ പ്രാണിശല്യം ഉണ്ടാവും. പ്രാണിശല്യം വന്നു കഴിയുമ്പോഴത്തേനും പ്ലാവിലെ ചക്കയെല്ലാം അഴുക്കായിപ്പോവും. അതിൻ്റെ കൂട്ടത്തിൽ വെള്ളം കയറി അത് മൊത്തം നാശമായി പോകും. ഇവിടെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ ചക്കയാണ്. ചില ചക്കയൊക്കെ ഇതുപോലെ കളർ വന്ന് നശിച്ചു പോകാറുണ്ട്. ചിലത് കിട്ടും, ചിലത് കിട്ടാൻ പാടാണ്. വിയറ്റ്നാം മേർലി ഇനത്തിൽപ്പെട്ട പ്ലാവാണിത്. വളരെ ചെറിയ തയ്യായപ്പം മേടിച്ചതാണ്. ഈ പൊക്കം ആയപ്പോഴത്തേനും മേടിച്ച പ്ലാവാണ്. 3 വർഷത്തോളമായി. ഈ ഒരു എകരത്തിൽ നിന്നാണ് ആ ചക്ക അത്രയും വന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണാം.